സജ്ജനങ്ങളെ, കാലചക്രം തിരികെയാണ്. നിങ്ങളുടെ സമയവും മാറി മറിയുകയാണ്. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിയുന്ന ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഭാഗ്യ ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. വിദേശത്തുള്ള സഹായങ്ങൾ വന്നു ചേരും. സ്വയം ചെയ്യുന്ന ജോലിയിൽ ഗുണമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. സർക്കാർ തരത്തിലുള്ള കോൺട്രാക്റ്റ് വർക്കുകൾ കിട്ടാനിടയുണ്ട്. ഇത് ഏറ്റെടുക്കുന്നത് ഗുണകരമാണ്. വർക്കുകൾ തീർത്തു കൊടുക്കുന്ന സ്ഥലത്തു നിന്നും കിട്ടേണ്ട തുക കിട്ടാൻ ചിലപ്പോൾ താമസം നേരിട്ടേക്കാം. മുക്കാലും രോഹിണി, മകയിരം കാലും. വിദേശത്തേക്ക് പോകുവാൻ നിശ്ചയിച്ച യാത്ര മാറ്റി വെക്കേണ്ടി വന്നേക്കാം. കുടുംബക്കാരുമൊത്ത് ചെറു യാത്രകൾ സംഘടിപ്പിക്കും. പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടാനുള്ള സാധ്യതകൾ കാണുന്നു. മക്കളുടെ ജോലിക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. മകയിരം കാല്, തിരുവാതിര, പുണർതം മുക്കാല്. ജീവിത പങ്കാളിയുടെ സ്വാന്തന വാക്കുകൾ മനസ്സിന് സമാധാനമുണ്ടാക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്താനുള്ള സാധ്യതകൾ കാണുന്നു. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. വസ്തുക്കൾ നഷ്ടപ്പെടും. മനസ്സമാധാനം കുറയാനുള്ള സാധ്യതകൾ കാണുന്നു. മക്കളെ കൊണ്ട് തീരെ ഗുണം കിട്ടാൻ സാധ്യതയില്ല. ആരോഗ്യപരമായി ദോഷ സമയമാണ്, ശ്രദ്ധിക്കണം. വ്രതം കാല്, പൂയം, ആയില്യം. നിർമ്മാണ തൊഴിലാളികൾക്ക് അപകട സാധ്യതകൾ കാണുന്നു. മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ഗുണം അത്ര പോരാ. സംഘടനാ പ്രവർത്തന ഭാഗമായി യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. ജോലിയിൽ നിന്നുള്ള വരുമാനം കുറയാനുള്ള സാധ്യത കാണുന്നു. മകൻ്റെ സഹായത്താൽ കാര്യങ്ങൾ നടന്നു പോകാനുള്ളതും കാണുന്നു. മകം, പൂരം, ഉത്രം കാൽഭാഗം. മേലുദ്യോഗസ്ഥരെ കൊണ്ട് ഗുണകരമാണ് ഈ ആഴ്ച. ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവിടാനുള്ള സാധ്യതകൾ കാണുന്നു. കർമ്മരംഗത്ത് പുരോഗതി കാണുന്നു. വരുമാനത്തിൽ വർധനയുണ്ടാകും. കൂട്ടുകച്ചവടം ഗുണം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദേശത്തുള്ളവർക്ക് ധാരാളം ജോലിയും പണവും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. വീട്ടിൽ സ്വസ്ഥത കുറഞ്ഞേക്കുവാനും സാധ്യത കാണുന്നു. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര. മക്കളുടെ കാര്യം കൊണ്ട് സമാധാനം കുറയാനുള്ള സാധ്യതകൾ കാണുന്നു. കുടുംബത്തിൽ ഐക്യത നഷ്ടപ്പെടും. ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ വരും. ദുഷിച്ച കൂട്ടുകെട്ടുകൊണ്ട് കഷ്ടങ്ങളും വന്നേക്കാം. മാനഹാനിയും മറ്റും വരാതെ നോക്കാൻ ഈ ആഴ്ച ശ്രദ്ധിക്കണം. ദൈവികമായ കാര്യങ്ങളിൽ മനസ്സിന് ഉറപ്പിച്ചാൽ സമാധാനമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. ചിത്തിര കാൽഭാഗവും ചോതി, വിശാഖം മുക്കാൽ ഭാഗവും. ആത്മീയ സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ വരാനുള്ള സാധ്യതകൾ ഈ ആഴ്ച കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ പുരോഗതിയിൽ വരുവാൻ കാലതാമസമുണ്ടായേക്കാം. സ്വന്തക്കാരിൽ നിന്നും സഹായങ്ങൾ കുറയാനുള്ള സാധ്യതകൾ കാണുന്നു. ആരോഗ്യം മെച്ചപ്പെട്ടേക്കാം. പൊതു പരിപാടികളിൽ പങ്കെടുത്തേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കടബാധ്യതകൾ കൂടുവാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. കലാകാരന്മാർക്ക് നല്ല സമയമാണ്. കായിക രംഗങ്ങളിൽ ശോഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചിലപ്പോൾ ധനലാഭമുണ്ടായേക്കാം. സുഹൃത്തുക്കളുമായി ഒത്തുകൂടും. കച്ചവടത്തിൽ അല്പം പുരോഗതി കാണാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉത്സവാദികളിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. ചെയ്ത ജോലിയിൽ വീണ്ടും ചേരാൻ ഇടവരാനുള്ള സാധ്യതകൾ കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ആഴ്ച. വരുമാനം കുറയാനുള്ള സാധ്യതകളാണ് ഈ ആഴ്ചയുള്ളത്. ചെലവുകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. പൊതുവെ മനസ്സമാധാനം കുറയുന്ന വാരമാണ് ഈ ആഴ്ച. ഏജൻസി ഏർപ്പാടുകളുമായി സാമ്പത്തിക മെച്ചമുണ്ടായേക്കാം. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യം തന്നെയില്ല ഈ ആഴ്ച. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം കാൽഭാഗം. കലാരംഗങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ് ഈ ആഴ്ച. ആരോഗ്യരംഗത്ത് ശ്രദ്ധ വേണം. സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ചെറിയ യാത്രകൾ നടത്താനിരുന്നവർ പുതിയതായി യാത്രകൾക്കായി ആലോചിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ നിന്നും ഗുണമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. ജോലി സംബന്ധമായ കേസിൽ വിജയമുണ്ടാകാനുള്ള ആഴ്ചയാണ്. അവിട്ടം കാൽഭാഗം, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം. പുതിയ ചില തൊഴിൽ മേഖലകൾ കണ്ടെത്താനുള്ള സാധ്യതകൾ കാണുന്നു.
വാഹന സംബന്ധമായ ജോലിയിൽ ഗുണമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. പിതാവിൻ്റെ ആരോഗ്യത്തിന് ഔഷധം ആവശ്യമായി വരുന്നതായി കാണുന്നു. കിട്ടാനുള്ള ധനം കുറച്ചായി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. ലോണുകളും മറ്റും അടയ്ക്കുന്നതിൽ താമസം നേരിടാനുള്ള സാധ്യതകൾ ഈ ആഴ്ച കാണുന്നു. പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി. മകൻ്റെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ആഴ്ചയാണിത്. സാമ്പത്തികം വളരെ അനുകൂലമായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലി മാറ്റം വരാനുള്ള സാധ്യതകൾ കാണുന്നു. കുടുംബവുമൊത്ത് സ്വദേശത്തേക്ക് വരുവാൻ സാധിച്ചേക്കും. പിതാവിൻ്റെ സ്വത്ത് വിൽപ്പന നടക്കാനുള്ള സാധ്യതകൾ ഈ ആഴ്ച കാണുന്നു. പുതിയ വീടോ വാഹനമോ വാങ്ങാനിടയുള്ള ആഴ്ചയായും കാണുന്നു. തുടരുമല്ലോ. ഹൈന്ദവ വിശ്വാസത്തിലെ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന രുദ്രവീണ എന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരുമല്ലോ.